അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കോത്തഗിരി മസനഗുഡി വഴി കോത്തഗിരി പോയ വീഡിയോൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്, സോറി, എല്ലാവരും ക്ഷമിക്കണം, കുറച്ച് തിരക്ക് പെട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റത്തെ വീഡിയോസ് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും അതുപോലെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷമുണ്ട്, കാരണം ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു വീഡിയോ എടുക്കാനൊരു പ്രചോദനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനിയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിന് താഴെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസനഗുഡി റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന മാനക്കൂട്ടത്തെ കണ്ടത്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് അവർ പോയിക്കോട്ടെ വിചാരിച്ച് ഞങ്ങളെ പേടിച്ച് നിൽക്കുക, അവർ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഞങ്ങൾ മുന്നിൽ മാനക്കൂട്ടം നിൽക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോർണ് കേട്ടിട്ട് അവരിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ വണ്ടി കുറച്ചൊക്കെ എത്തുമ്പോഴായിട്ട് അവരൊന്ന് പാസ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പോയിക്കോളി, നിങ്ങളൊന്നും ചെയ്യൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി വന്നപ്പോൾ അവർ പെട്ടെന്ന്, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ, കാരണം അങ്ങനെ മൃഗങ്ങളൊക്കെ പാസ് ചെയ്യും. അതേപോലെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്തിട്ട് അവർ റോട്ടിൽ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ അപകടമല്ലേ. അതുകൊണ്ട് അതൊക്കെ മാക്സിമം എല്ലാവരും ഒഴിവാക്കുക. അതേപോലെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അവിടെ ഒന്നും ഇടരുത്, കാരണം അത് അവരുടെ നാടാണ്, അവരുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരെ കണ്ട് ആസ്വദിച്ച് പോകാമെന്നല്ലാതെ നമ്മൾ അവരെ ഒരിക്കലും ഉപദ്രവിക്കാനോ അതേപോലെ അവിടെ നശിപ്പിക്കാനോ പോകരുത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് മസനഗുഡി വഴി ഊട്ടിക്കാണ് കേട്ടോ. കാരണം 3 കാടുകൾ താണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളെയും കണ്ട് ആസ്വദിച്ച് പോവുകയും ചെയ്യാം കേട്ടോ. ബുള്ളറ്റും കൂടി ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കാറിൽ പോകുന്നതിനാട്ടി നമുക്ക് ഒരു ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ബുള്ളറ്റുമ്പോൾ തന്നെ പോകണം തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ചുരമൊക്കെ കയറി ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ കോത്തഗിരി റൂട്ട് പിടിച്ചു. അപ്പോൾ കോത്തഗിരി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഊട്ടി വേറെ ഏത് സ്ഥലത്തേക്കൊന്നും കറങ്ങാൻ പോയിട്ടില്ല, കാരണം നമ്മൾ ഊട്ടി ഒരുപാട് കണ്ടതാണ്, ഒരുപാട് ഏരിയകളൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി കോത്തഗിരിയാണ് ലക്ഷ്യം. കോത്തഗിരി കോടനാട് ഏരിയയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം, മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ഊട്ടിയിലേക്ക് ടൂർ പോകുമ്പോൾ എന്നും പോകുന്ന സ്ഥലമല്ലാതെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗിയും ആസ്വദിക്കാൻ പറ്റുള്ളൂ. രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ ഊട്ടി. ആ ഊട്ടിയിൽ തന്നെ അതിമനോഹരമായ ഗ്രാമങ്ങളും ഒരുപാട് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളും നമ്മൾ കാണാത്തിട്ടുണ്ട്. എന്നും കാണുന്ന പോലെ നമ്മൾ മൊട്ടക്കുന്നും ബൊട്ടാണിക്കൽ ഗാർഡനും കാണുന്ന പോലെയല്ല, നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളും കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമായിട്ട് ഈ കോത്തഗിരി കോടനാട് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൂർ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിം ആവും കേട്ടോ. കാരണം നല്ല അതിമനോഹരമായ ഒരു ക്ലൈമറ്റും പിന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോൻ്റെ ഈ ഭാഗമൊക്കെ കോട മൂടി നിൽക്കുന്നത് കാണുമ്പോൾ അതിനും മനോഹരമാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ആൾക്കാരെ പെരുമാറ്റം നല്ല പെരുമാറ്റമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മളിനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാലും ഒക്കെ അവർ ഇന്ന സ്ഥലത്ത് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന ഇത് കാണാമെന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ലൊരു സഹകരണം, നല്ല മനുഷ്യന്മാരായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ എങ്ങോട്ടെങ്കിലും നമ്മൾ ടൂർ പോകുമ്പോൾ നല്ല സഹകരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ തന്നെ പറയില്ല നല്ല ആൾക്കാരാണെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് മോശമായിട്ടുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം അവർ സ്ഥലം പറഞ്ഞു തരാൻ മടി, അതേപോലെ അവർ വഴി മാറ്റി നമുക്ക് പറഞ്ഞു തരും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. കാരണം ഇവിടെ നമുക്ക് റേഞ്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി പോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചോദിച്ച് തന്നെ പോകേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരാണ് കേട്ടോ. കാരണം അവർ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ മോളെ അവിടെ വീഡിയോ എടുക്കുക, അവിടെ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നമുക്ക് സഹകരിക്കുന്ന ഒരു ആൾക്കാരായിരുന്നു കേട്ടോ ഈ കോത്തഗിരി ഗ്രാമത്തിലെ ആൾക്കാർ. ഞങ്ങൾ ഏകദേശം കോത്തഗിരി ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു റോട്ടിൽ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ എടുക്കുമ്പോൾ അവരുടെ ആചാരങ്ങളൊക്കെ ആവില്ലേ. അപ്പോൾ ഇനി അത് നമ്മൾ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അവിടെ എന്തൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ജനങ്ങളായിരുന്നു റോട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങൾ നിർത്തിയായിരുന്നു പോയത്. പിന്നെ നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ കുഞ്ഞാക്കാർ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് നിർത്തിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ അതിമനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടം കണ്ടില്ലേ. അതിന് മുകളിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്.
പക്ഷേ അവിടെ താമസിക്കുന്നവർ ഇവിടെയുള്ള ആൾക്കാരല്ല, അവർ പുറത്തുനിന്ന് വന്ന് താമസിക്കുകയാണ്, ഇവിടെ ജോലി ചെയ്യാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഒരു ചേച്ചിയെ കണ്ടിട്ടുണ്ടായി, ചേച്ചി പറഞ്ഞു അവർ അവിടെ വാടകയ്ക്ക് നിൽക്കുകയാണ്, പിന്നെ ഇത് പാട്ടം പോലെ കൃഷി എടുത്തിട്ട് അവർ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സ്ഥലം കാണുമ്പോഴും അതിമനോഹരം, അതിലും മനോഹരമാണ് അടുത്ത സ്ഥലം കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് കണ്ട കുഞ്ഞാക്കന്നോട് നോക്ക് ഇവിടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. കണ്ടതിന് പിറകിലൊക്കെ അവിടെ നല്ല കോട വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ റയ്യാനും കുഞ്ഞാക്കും കൂടി നമുക്ക് അതിന് മേലെ കയറി പോകാറുണ്ട്, അവർ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഞങ്ങൾ പിറകിലൊക്കെ എന്താ പറയുക നല്ല കോടയാണ് കേട്ടോ. എനിക്ക് വീഡിയോയിൽ നല്ല കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ റയ്യാനും കുഞ്ഞാക്കി പറഞ്ഞു കോട ഇറങ്ങി വരുന്നത് അങ്ങനെ ചൂടി കാണിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവർ. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചി പറഞ്ഞു മോളെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ കാണാമെന്നൊക്കെ പറഞ്ഞ് ആ ഭാഗത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ പാറയുടെ മുകളിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കാവട്ടെ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രകൃതി ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല, പിന്നെ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ ഇവിടെ പോയവരുണ്ടെങ്കിലും കൂടി ഒന്ന് അറിയിക്കണേ, കോത്തഗിരി പോയി കണ്ടവരുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെല്ലൈക്കൺ കാണാം, ബെല്ലൈക്കൺ നിൽക്കുമ്പോൾ ഹോൾ എന്ന ഓപ്ഷനിൽ കൂടി നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമാണ് കേട്ടോ. അപ്പോൾ ഇത് കോട കണ്ട നന്നായിട്ട് കോട ഇറങ്ങി വരുന്നുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഊട്ടി ചെന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ്. മോനൊക്കെ നന്നായിട്ട് വിറക്കുന്നുണ്ട് കേട്ടോ, കാരണം ഏത് കോട്ടിട്ടിട്ടും നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം നല്ല ഉയരമുള്ള സ്ഥലം കൂടിയാണ് ഈ കോത്തഗിരി എന്ന സ്ഥലം. അപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ഒരുപാട് സ്ഥലം ഇതേപോലെ തന്നെ കേട്ടോ, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട വെച്ചാൽ ഞാൻ ഷോർട്ടാക്കി എടുത്ത് എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ താഴേക്ക് മുട്ടക്കുന്ന കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ സഹിക്കാൻ വയ്യായിട്ട് തണുപ്പ്, അത്രയും തണുപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ ചായ എവിടെ കാണുന്ന അവിടെയൊക്കെ നിർത്തി ചായ കുടിക്കട്ടെ, ഒന്ന് ശരീരം ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബൈക്കുമ്പോൾ കൂടി ആകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ റയ്യാമോൻ പറയുന്നുണ്ട് ഊട്ടിയിൽ ഇത്ര തണുപ്പുണ്ടോ എന്ന്. അപ്പോൾ പറഞ്ഞു നമ്മൾ തണുപ്പ് സീസണിൽ ഇതൊരു ആദ്യമായിട്ടല്ലേ നമ്മൾ വരുന്നത്, അതാവും അങ്ങനെയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ പോയി നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ പറയുക, അങ്ങനെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഇഷ്ടമാവുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഊട്ടിയിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഊട്ടി പോവുകയാണെങ്കിൽ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ലാതെ ഇതുപോലെ ഉൾഗ്രാമങ്ങളിൽ കോടനാട് കോത്തഗിരി പോലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കുക, അതിമനോഹരമായ കാഴ്ചകൾ കാണുക, ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.